രാവിലെ എണീറ്റ അവിടെ പണിയായിട്ടാണ് എണീറ്റ കേട്ടോ. രാവിലെ തന്നെ വണ്ടി എടുത്തൊന്ന് പുറത്ത് പോയതാ. വണ്ടീൻ്റെ അവസ്ഥ കണ്ട, നല്ല മഴയത്ത് ഇതാണ് വണ്ടി എടുക്കാൻ ഒരു മൂടില്ലാത്തത്. അങ്ങനെ പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒന്ന് പാട്ട് വെച്ചതാണ്. വണ്ടി എടുത്തിട്ട് കുറേ ദിവസമായി, ഒരാഴ്ചയായി. അങ്ങനെ തിരിച്ചു വരുമ്പോൾ പാട്ട് വെച്ചിട്ടൊന്നും സൗണ്ടില്ല. ബട്ട് മ്യൂസിക് പ്ലെയർ ഓൺ ആകുന്നുണ്ട്, ഓക്സ് എല്ലാ കാര്യങ്ങളും കണക്ട് ആകുന്നു, ബ്ലൂടൂത്ത് എല്ലാം ഉണ്ട്, പക്ഷെ സൗണ്ടില്ല. അപ്പോഴേ എനിക്കൊരു പണി മണത്ത്. പിന്നെ നമ്മൾ ചോദിച്ച് എന്തായാലും ഉറപ്പാണ് ഓഡിയോ ഐസി പോയതായിരിക്കും നമ്മുടെ ഒരു ഇത്. അപ്പോൾ നമുക്ക് ചോദിച്ചാൽ എന്തായാലും അത് കൺഫേം ആക്കാൻ വേണ്ടി നമുക്ക് അടുത്തുള്ള നമ്മൾ നോർമലി എപ്പോൾ വണ്ടി ആക്സസറീസൊക്കെ ചെയ്യാൻ പോകുന്നത് മെട്രോ ആക്സസറീസിലാണ്. അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കാൻ വെച്ച് പോയിട്ട് നമ്മുടെ ഫ്രണ്ട് അവിടെ നിന്ന് എല്ലാം അയച്ചെടുത്ത് നമ്മൾ അവിടെ എത്തിയിട്ട് നോക്കുമ്പോൾ അയച്ചെടുത്തപ്പോൾ പറഞ്ഞ് ഓഡിയോ ഐസി പോയി. ഒരു ചാനൽ കിട്ടുന്നില്ലായിരുന്നു ആദ്യം. അപ്പോൾ രണ്ടാമത്തെ ചാനൽ നോക്കുമ്പോൾ അതും അടിച്ചു പോയി. അപ്പോൾ നോക്കുമ്പോൾ എന്തായാലും ഓഡിയോ ഐസി പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് സർവീസ് ചെയ്യാൻ കൊടുക്കണം. സർവീസ് ചെയ്യാൻ കൊടുക്കാൻ പോകുമ്പോൾ ഒരു പറഞ്ഞ കണ്ണൂരാളുള്ളതെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇതൊക്കെ അയച്ച് നേരെ നമ്മൾ സെറ്റാക്കി ബാക്കിൽ വെച്ചിട്ടുണ്ട്. ഇത് പയനീറിൻ്റെ എൻ്റെ വണ്ടിയിൽ ആദ്യമേ കിടപ്പുണ്ടായിരുന്ന സ്പീക്കറല്ല, മ്യൂസിക് പ്ലെയർ. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഒരു 10 വർഷം പഴക്കമുണ്ട്. ഇതുവരെയായിട്ട് വേറെ കംപ്ലൈൻ്റ് ഒന്നും എനിക്കിതുവരെയായിട്ട് കിട്ടിയില്ല. ഇത് വന്നിട്ടില്ലെങ്കിലേ അതിശയമുള്ളൂ സത്യം പറഞ്ഞാൽ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് പറ്റുന്ന പോലെല്ലാം ഒന്ന് അയച്ചെടുത്ത് നോക്കിയിട്ടുണ്ട്. കാരണം ഐ സി മാത്രമാണ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അയച്ചെടുത്ത് സോൾഡർ ചെയ്ത് പുതിയ ഐ സി വെക്കാനേ ഉള്ളൂ. പക്ഷേ വെറുതെ പണിയാക്കണ്ടെന്ന് വെച്ച് അങ്ങനെ നമ്മുടെ ടൗണിൽ തന്നെ ഒരു സ്ഥലമുണ്ട് ഇത് ചേഞ്ച് ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ട് നമുക്ക് ഇന്നത് ശരിയാക്കാൻ പോകണം. അതിന് മുന്നേ നമ്മൾ പിന്നെ ആലോചിച്ചത് ഈ ഒരു സെറ്റ് കണ്ടോ, ഇത് പുതിയ സെറ്റാട്ടാ, പുതിയ മ്യൂസിക് പ്ലെയറാണ്. ഇതിൽ പയനീറിൻ്റെ പഴയതാണെങ്കിൽ നല്ല ഔട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ശരിയാക്കാമെന്ന് വെച്ചത്. ഇപ്പം എന്തായാലും വേറൊരു മ്യൂസിക് പ്ലെയർ ചേഞ്ച് ചെയ്യാൻ നല്ല പോസിബിൾ അല്ല. അപ്പോൾ അങ്ങനെ ഇത് ഞാൻ ആലോചിച്ചത്. ഇത് നമുക്കൊരു പ്രൊമോഷനായിട്ട് കിട്ടിയതാണ്, പ്രൊമോഷൻ വീഡിയോ ചെയ്ത് കൊടുത്തിട്ട് കിട്ടിയതാണ്. അപ്പോൾ ഇത് നല്ലൊരു സെറ്റാണ്. ബട്ട് ഇത് കാലി കേട്ടോ. ഇതിൽ എന്താ പറയുക, ഉള്ളിൽ ആംപ്ലിഫയർ ഒന്നുമില്ല. ആംപ്ലിഫയർ വെച്ച് കഴിഞ്ഞാൽ സെറ്റാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ഹോം ടൗണിലുള്ള അടുത്തുള്ള സ്ഥലത്ത് പോയിട്ട് നമുക്കിത് സെറ്റാവാൻ പറ്റുമോ നോക്കണം. അതായത് നമുക്ക് ആംപ്ലിഫയർ വെച്ച് കഴിഞ്ഞാൽ സെറ്റാവുമോ നോക്കണം. പിന്നെ ഇതും കൂടി ശരിയാക്കാൻ പറ്റുമെങ്കിൽ ഇത് ശരിയാക്കണം. അല്ലെങ്കിൽ നമ്മൾ വേറൊരു സ്ഥലത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് പയനീറിൻ്റെ ഒരു ബ്ലൂടൂത്ത് സെറ്റ്. ഇത് ബ്ലൂടൂത്ത് അല്ല, ഇത് നമ്മൾ ഡോങ്കിൾ യൂസ് ചെയ്തിട്ടാണ് ബ്ലൂടൂത്ത് ചെയ്യുന്നത്. അപ്പോൾ ഇതിലാണെങ്കിൽ ഇത് കണ്ട മൊബൈൽ ഹോൾഡർ ഉണ്ട്, ബ്ലൂടൂത്ത് കാര്യങ്ങൾ, ചാർജിങ് പോർട്ട് എല്ലാം ഇതിൽ ഇൻബിൽട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ടൗണിലെത്തി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഇലക്ട്രോണിക് ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൊടുത്ത ഉടനെ അവർ പറഞ്ഞു പയനീറിൻ്റെ സെറ്റിൻ്റെ ഒക്കെ ഒറിജിനൽ ഐ സി ഇവിടെ കിട്ടില്ല, കണ്ണൂരിൽ തന്നെ കൊടുക്കണമെന്ന്. അങ്ങനെ ആ ഹോപ്പും കഴിഞ്ഞ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കൊളാബ് ചെയ്തിട്ട് കിട്ടിയ ഒരു സാധനം ഉണ്ടായിരുന്നു. അത് അവരുടെ അടുത്ത് കൊടുത്ത് ഞാൻ പറഞ്ഞ ആംപ്ലിഫയർ വിറ്റാക്കണം എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ് ഇതിൽ ആംപ്ലിഫയറൊക്കെ ഇൻബിൽട്ട് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ടെന്ത് നമുക്ക് ഈ സ്ഥലം ഞാൻ കാണിച്ചത്. സ്ഥലം കഴിഞ്ഞാൽ കണ്ണൂർ റോഡിലുള്ള ദൃശ്യ ഇലക്ട്രോണിക്സ് ആണ്. എനിക്ക് പണ്ടേ ഞാൻ ചെറുപ്പത്തിലേ എനിക്കൊന്ന് ലാസ്റ്റ് ടൈം എനിക്കൊരു 10 കൊല്ലത്തിന് മുന്നേറ്റായിരിക്കും ഞാനിവിടെ പോയിട്ടുണ്ടാവും. ആ ചെറുപ്പത്തിൽ പോയതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും അവിടെ പോയപ്പോൾ കൊടുത്തിട്ട് അവർ സ്പോട്ടിൽ ഞാൻ കൊടുത്ത ഉടനെ ഒരു 2 മിനിറ്റ് കൊണ്ട് അവർ പറഞ്ഞ് ഞാൻ നോക്കി തരാമെന്ന് പറഞ്ഞിട്ട് പോയ ഉടനെ വയറൊക്കെ കണക്ഷൻ കൊടുത്ത് അവരുടെ അടുത്തുള്ള സ്പീക്കറെല്ലാം കൊടുത്ത് അവർ സെറ്റ് ചെയ്തൊക്കെ നോക്കുമ്പോൾ സാധനം ഓക്കെയാണ്. ഞാൻ ചോദിച്ചു ഇതിൻ്റെ ഔട്ട് എങ്ങനെയായിരിക്കും, കുറവായിരിക്കില്ലേ, അങ്ങനെ ഉദ്ദേശിച്ചാണ് ഞാൻ ഇത് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവർ പറഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല എന്നിട്ട് അവർ ചെയ്തു പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ ഉള്ളത് എടുത്തിട്ട് നേരെ എപ്പോഴും നമ്മുടെ ആക്സസറീസ് ചെയ്യുന്ന മെട്രോ ആക്സസറീസിലേക്ക് പോയി നമ്മുടെ വീടിൻ്റെ അടുത്തല്ലേ. അപ്പോൾ അവരോട് പറഞ്ഞ് എനിക്ക് ഇങ്ങനെ ഈ സാധനം ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെ പോയി. ഒരു അരമണിക്കൂർ ലാഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ സാധനങ്ങൾ മൊത്തം സെറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ പഴയ വയറിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, പഴയ വയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് അതൊക്കെ ഓക്കെയെന്ന് പറഞ്ഞ് അങ്ങനെ അത് നമ്മൾ സെറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നോക്കുമ്പോൾ ഇതിൻ്റെ കപ്ലറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആകും. നമ്മൾ ആദ്യത്തെ കപ്ലറും കാര്യങ്ങളൊക്കെ ഓൾറെഡി അതിൻ്റെ മേലെ ഇട്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്തെടുത്ത് സാധനം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഔട്ട് നോക്കിയിട്ടാണല്ലോ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുക. നമ്മൾ പയനീറിൻ്റെ വേറൊരു സെറ്റ് ഓൾറെഡി ഓക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വിചാരിച്ചാൽ എന്തായാലും ഇതിൽ ബ്ലൂടൂത്ത് എല്ലാ കാര്യങ്ങളും, ഓക്സ് എല്ലാ കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ മേലെ ഒരു ഫോൺ വെക്കാനുള്ളൊരു സ്റ്റാൻഡ് പോലെയുണ്ട്. നമുക്ക് ടാബ് പോലെ ആക്കിയിട്ട് നമുക്ക് വീഡിയോസ് എല്ലാം കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇതിൽ ചാർജർ ഇൻബിൽട്ട് ആയിട്ടുണ്ട് കേട്ടോ, ചാർജ് ചെയ്യാനുള്ള പോർട്ട് ഇൻബിൽട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ വയേഴ്സും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് നേരെ വണ്ടി കൊടുത്ത് നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ നോക്കി. അപ്പോൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ നോക്കിയിട്ട് എത്ര കളിച്ചിട്ടും ആകുന്നില്ല. ബ്ലൂടൂത്ത് കുറേ നമ്മൾ കളിച്ച് നോക്കിയിട്ടാകുന്നില്ല. എന്തായാലും നമ്മൾ ഈ ബ്ലൂടൂത്ത് ഇല്ലാത്തത് പഴയ ഒരു 10 കൊല്ലം മുന്നേ ഉള്ള സാധനത്തിലാണ് ഈ ബ്ലൂടൂത്ത് ഇല്ലാണ്ട് നിൽക്കുക. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കേണ്ടിയിട്ടാണ്
വേണ്ടിയിട്ടാണ് നമ്മൾ കുറേ പേര് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വേറെ ഒരു വഴിയില്ലാത്ത നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പണ്ടത്തെ ഡോങ്കിൾ തന്നെ എടുത്ത് വെച്ച് സെറ്റാക്കി. പിന്നെ അതിന് ശേഷം നോക്കുമ്പോൾ നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ സ്പീക്കേഴ്സ് ലെഫ്റ്റ് സൈഡിലൊന്നും വർക്ക് ചെയ്യുന്നില്ല, ലെഫ്റ്റ് സൈഡിലല്ല റൈറ്റ് സൈഡിലൊന്നും വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ അത് ചെക്ക് ചെയ്യാൻ തുടങ്ങി, വയറിങ് കാര്യങ്ങൾ. അപ്പോൾ വയർ കട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വയറൊക്കെ മാറ്റി പുതിയ വയറൊക്കെ കൊടുത്തിട്ട് പിന്നെയും നോക്കുമ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ സ്പെയർ സ്പീക്കേഴ്സ് എടുത്ത് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ അത് ഓക്കെയാണ്. അങ്ങനെ അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി എന്നുള്ള കാര്യത്തിൽ ഒരു ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു പൈസ അതിന് ചിലവ്, കാരണം ഇതിൻ്റെ മാറ്റണ്ടെങ്കിൽ നല്ല ബ്ലൂ പങ്കിൻ്റെ കോയാക്സൽ സ്പീക്കേഴ്സാണ്. അങ്ങനെ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് നോക്കുമ്പോൾ അത് പോയിന്. അപ്പോൾ അതിനൊരു 5000 ഓൾമോസ്റ്റ് ഉണ്ട് ഈ ഒരു സ്പീക്കറിന്. അപ്പോൾ പിന്നെ അത് വയേഴ്സും കാര്യങ്ങളൊക്കെ ഡിസ്കണക്ട് ചെയ്ത് നമ്മൾ ഒറ്റ സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. എന്നാലും നല്ല ബോക്സ് ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പം ഉണ്ടാവില്ലാന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മുടെ അടുത്തൊരു നോർമൽ സ്പീക്കേഴ്സ് ഓൾറെഡി ഡോർ സ്പീക്കറായിട്ടും കൊടുത്തിട്ടുണ്ട്. അതുപോലെ കോയാക്സൽ സ്പീക്കേഴ്സ് ബാക്കിൽ 2 ബോക്സ് വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ സ്പെയർ സ്പീക്കർ നമ്മളൊന്നും കൂടി ടെസ്റ്റ് ചെയ്തു, ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല എന്നുള്ള ചെക്ക് ചെയ്ത് ഓക്കെ ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്ത് എല്ലാം കട്ട് ചെയ്ത് ആദ്യത്തെ പോലെ ആക്കി. അങ്ങനെ സ്പീക്കർ ഡെഡായി എന്ന് പറഞ്ഞാൽ ഫുൾ മൂടങ്ങ് പോയി കേട്ടോ. കാരണം ബ്ലൂ പങ്കിൻ്റെ നല്ല സ്പീക്കറായത്. കാരണം കോയാക്സൽ സ്പീക്കറാണ്, അത്യാവശ്യം നല്ല ഔട്ടും ഉണ്ട്. അതുപോലെ തന്നെ ബോക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്താൽ തന്നെ നല്ല അത്യാവശ്യം പ്രൈസിങ് ഉള്ള സ്പീക്കേഴ്സും കൂടിയാണ്. ഒരു 5000 ഓൾമോസ്റ്റ് ഉണ്ടാവും ഈ ഒരു സ്പീക്കേഴ്സിന്. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായതുകൊണ്ട് പിന്നെ ഇത് ശരിയാക്കാന്നുള്ള മൈൻഡ് സെറ്റ് തന്നെ നിന്ന്. പിന്നെ പെട്ടെന്ന് ഇപ്പോൾ എന്തായാലും എനിക്ക് ഡ്യൂട്ടിയുള്ള ഡേ ആയതുകൊണ്ട് അതിന് പിന്നെ അന്നേരം തന്നെ നിന്നില്ല. ഞാൻ ഇവരോട് ഷോപ്പും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് എവിടെയാണ് ഉള്ളതെന്നൊക്കെ അന്വേഷിച്ചു. അപ്പോൾ നമ്മുടെ ഹോം ടൗണിൽ തന്നെ ഒന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ റേറ്റും കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മളിതൊക്കെ അയച്ചെടുത്ത് നമ്മൾ ജസ്റ്റ് ബാക്കിലെടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഡോർ സ്പീക്കേഴ്സ് ചെറുങ്ങനെ ഇളകി കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് സ്ക്രൂ ഒക്കെ ചെയ്ത് പക്ക ഫിറ്റിംഗ് ആക്കി തരാൻ പറഞ്ഞ് അങ്ങനെ ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.